അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം മാത്യു അവറുകളാണ്. കോഴിക്കോട്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് പ്രാർത്ഥനയോട്, ശ്രദ്ധയോട്, സ്കിപ്പ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ചില വർഷങ്ങളായി കർത്താവിൻ്റെ ദാസനുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാനും പല ആത്മീയ കൂട്ടായ്മകളിലും ഓൺലൈനിലൂടെ സംബന്ധിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ദൈവദാസൻ്റെ നല്ല വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ പാസ്റ്റർ എം മാത്യു അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം അവസരത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പാസ്റ്റർ ഡാനിയേൽ ജോൺ അവറുകൾക്കും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ നിന്നാണ്. എൻ്റെ പേര് പാസ്റ്റർ എം മാത്യു. എൻ്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിൽ ചെമ്പനോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാനൊരു ക്രിസ്തീയ മാതാപിതാക്കളാൽ മുല്ലശ്ശേരി മത്തായി ഏലിയാമ്മ ദമ്പതികളുടെ 6 മക്കളിൽ 3-മനായി ജനിച്ചു. എങ്കിലും ദൈവത്തെ വേണ്ടപോലെ അറിയാത്തവനായി, ദൈവമില്ലാത്തവനായി, ഒരു ദൈവനിഷേധിയായി ആണ് ഞാൻ എൻ്റെ ബാല്യകാല ജീവിതത്തിൽ തന്നെ ഞാൻ തുറന്നു വന്നത്. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദ്യം പെന്തക്കോസ് വിശ്വാസ ജീവിത അനുഭവത്തിലേക്ക് വന്നെങ്കിലും ഞാൻ പെന്തക്കോസുകാരായ ദൈവജനത്തെ പൊതുവേദികളിൽ, സ്കൂള്, മറ്റ് പൊതു ഇടങ്ങളിലൊക്കെ ആക്ഷേപിച്ച് മോണയായിട്ട് മിമിക്രിയിൽ കൂടെ പരിഹസിച്ച് നടന്ന ആ കാലയളവിൽ 1985 എൻ്റെ അനുജൻ 8ാം ക്ലാസ് പഠിക്കുന്ന സഹോദരൻ വെടിവെച്ച് മരിച്ച ആ ആത്മഹത്യയുടെ വേദനയിലാണ് ഞാൻ ദൈവത്തിങ്കിലേക്ക് എൻ്റെ കണ്ണൊന്ന് ഉയർത്താനായി 9ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ ഇരിട്ടിയിൽ, അവർ പെന്തക്കോസ്ത് അനുഭവത്തിലായതുകൊണ്ട് പിതാവിന്റെ ഭവന കുടുംബത്തിൽ ആരും അന്ന് ആ കാലഘട്ടത്തിൽ വിശ്വാസത്തില്ല. അമ്മയുടെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിട്ടി വള്ളിത്തോട് ഭാഗത്ത് വെച്ച് കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഒരു ശനിയാഴ്ച രാത്രിയിൽ അവിടെ നടക്കുന്ന യൂത്ത് മീറ്റിങ്ങിന് അവിടെയുള്ള കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ഞാൻ കടന്നുപോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് അനുഗ്രഹമായിരുന്നു. പിറ്റേ ദിവസം ആ സഭയിൽ ആരാധനയെ സംബന്ധിച്ചപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവകാശമുണ്ട്, അനുഗ്രഹമുണ്ട്, അധികാരമുണ്ടെന്നുള്ള വചനം അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ യേശുവിനായി ഞാൻ ഹൃദയം സമർപ്പിച്ചു. എൻ്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം മാറി. ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങി. കർത്താവിനോട് സംസാരിക്കുന്നത് അനുഭവപ്പെട്ടു. ഈ ദൈവസമാധാനം എൻ്റെ ഹൃദയത്തിൽ തന്ന ഈ യേശുവിന്റെ സാക്ഷിയാകണമെന്നുള്ള ഒരു ആത്മപ്രേരണ എൻ്റെ ഹൃദയത്തിലുണ്ടായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഈ ആഗ്രഹം പറഞ്ഞ എൻ്റെ പിതാവ് സാമുദായിക ബന്ധത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് അത് അംഗീകരിക്കാനായി ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ഒരു ഡ്രോയിങ് അധ്യാപകനാക്കണമെന്നായിരുന്നു എൻ്റെ പിതാവിന്റെ ആഗ്രഹം. പക്ഷെ ദൈവം എനിക്ക് ഈ ഒരു ആത്മപ്രേരണ നൽകിയത് കൊണ്ട് ഞാൻ മാതാപിതാക്കൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ദൈവവചനം പഠിച്ച് കർത്താവിന്റെ വേല ചെയ്യണം. പിതാവ് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമ്മുടെ സഭയുടെ സെമിനാരിയിൽ പോകാം, ഞങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു.
പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ദൈവവചന സത്യങ്ങളെ, ആഴങ്ങളെ മനസ്സിലാക്കണമെന്നും യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തി വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണമെന്ന കാര്യവും ഞാൻ ആ കാലങ്ങളിൽ ബൈബിളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബക്കാരും അറിയാതെ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങിയുള്ള സ്നാനം സ്വീകരിച്ചു. എൻ്റെ പിതാവ് അന്ന് അതിനെ സമ്മതിക്കാത്തൊരു പശ്ചാത്തലമായതുകൊണ്ട് വീട് വിട്ട് ഒളിച്ചു പോകാനായി ഇടയായി. വീട് വിട്ട് ഒളിച്ചു പോയാണ് ദൈവം പഠിക്കുന്നത്. തൊട്ടു മുമ്പ് എന്നോട് പിതാവ് പറഞ്ഞു, നീ അങ്ങനെ ഞാൻ പറയുന്ന പോലെ അല്ല പോകുന്നതെങ്കിൽ വീടോ സ്വത്തോ എൻ്റെ ഒരു അവകാശം നിനക്ക് ഉണ്ടാകത്തില്ല. അതൊരു ഭയമായി തോന്നിയെങ്കിലും ദൈവം എനിക്ക് നല്ല വചനം ആ രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. എനിക്ക് തന്ന വാക്യങ്ങൾ എങ്ങനെയായിരുന്നു? 34 സംഗീതത്തിന്റെ 5 മുതൽ 8 വരെ 10 വരെ വേദവാക്യങ്ങൾ എന്നോട് ഇടപെട്ടു. ദൈവം എന്നോട് ഇടപെട്ടു. അവങ്കിലേക്ക് നോക്കി പ്രകാശത്തിലായി അവന്റെ മുഖം ലജിച്ചു പോയില്ല എന്നുള്ള വചനമൊക്കെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അങ്ങനെ എനിക്ക് ധൈര്യം പ്രാപിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവം എന്നെ സഹായിച്ചു. പിന്നീട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, എന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളോ നീ എന്തെല്ലാം വിട്ടു കളയുന്നോ ഇതെല്ലാം നിനക്ക് 100 മടങ്ങ് നൽകും എന്നുള്ള വാഗ്ദാനം കർത്താവ് തന്നു. അങ്ങനെയാണ് ഞാൻ ദൈവവചനം പഠിക്കാനായി കടന്നു പോകുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വന്നതൊന്നും വേണ്ട നിലയിൽ പിതാവിന് എന്നോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ എനിക്ക് വലിയ കൈത്താങ്ങലായിരുന്നു. സഹോദരങ്ങളൊക്കെ എനിക്ക് വളരെ കൈത്താങ്ങലായിരുന്നു. അതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. പഠനാനന്തരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം പഠിക്കാനായി പോയത് ഒറ്റപ്പാലത്തുള്ള ഒരു സെമിനാരിയിലാണ്. 1 വർഷത്തോടെ പഠിച്ചു. അതിനുശേഷമായി കുമ്പനാട് പഠിക്കാനായി കടന്നു പോകാൻ ദൈവം കൃപ ചെയ്തു. എന്നാൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുമ്പനാട് പഠിക്കുമ്പോൾ തന്നെ എലീം സഭയുടെ ഔട്ടേഷൻ വർക്കിൽ പ്രവർത്തിക്കാനുള്ള എനിക്ക് അവസരങ്ങൾ ദൈവം നൽകി. പഠനം കഴിഞ്ഞ ഉടനെ എലീം സഭയുടെ ശുശ്രൂഷനായി കുറച്ച് നാളുകൾ തുടരാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഞാനൊരു മലബാറുകാരനായതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലേക്ക് ദൈവവേലയോട് ബന്ധത്തിൽ തിരുവമ്പാടിക്ക് അടുത്ത് അത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്ന് പ്രവർത്തിപ്പാനിടയായി. ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. സുവിശേഷ വിരോധികളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പുകൾ നേരിട്ടു. ഞാനെന്ന് തെറ്റിദ്ധരിച്ച് ഒരു രാത്രിയിൽ സുവിശേഷ വിരോധം എൻ്റെ കൂട്ടു സഹോദരൻ സാബു വടശ്ശേരിക്കര അദ്ദേഹത്തെ ദൈവം മരണത്തിന് അത്ഭുതമായി വിടുവിച്ചു, രക്ഷിച്ചു. ആ ദേശത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായ ആളുകൾ പെന്തക്കോസ് ഹാളിന് വേണ്ടി അവരുടെ പാർട്ടി ഓഫീസ് സ്ഥലം തന്ന് അവിടെ പ്രാർത്ഥനാലയം നിർമ്മിക്കാനൊക്കെ ദൈവം ഇടയാക്കി. ശേഷമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ വൈഫിന്റെ പേര് അനിത മാത്യു എന്നാണ്. ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി, 2 പെണ്ണും 1 ആണും. മൂത്ത മകൾ വിവാഹിതയായി, അതുപോലെ ഇളയ മകളും വിവാഹിതയായി. മകൻ ജോലിയോട് ബന്ധത്തിൽ ഇപ്പോൾ കോഴിക്കോട്, ഗൾഫിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ഒരു കൊച്ചു മകനെ നൽകിയിട്ടുണ്ട്. കുഞ്ഞു മകൻ ഞങ്ങളോട് കൂടെ ഇപ്പോൾ പേരാമ്പ്രയിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ നാളിൽ ദൈവം നടത്തിയ വിധങ്ങളെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ദൈവം തരുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് ഞാൻ എല്ലാ മഹത്വവും കരയറ്റുകയാണ്. എന്നെ ആരോമ ടിവിയിലേക്ക് ഞാനും ഡാനിയൽ പാസ്റ്ററുമായിട്ട് ചെറിയ വർഷങ്ങളായി പരിചയമുണ്ടെങ്കിലും ഇന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ എന്നെ ശുപാർശ അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയത് എന്റെ സ്നേഹിതനായ ഒരു പിതാവ് തക്കവണ്ണം എന്നെ സ്നേഹിക്കുന്ന ബീഹാർ റീജിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ KT ജോസഫ് സാറാണ്. അദ്ദേഹത്തോടുമുള്ള ഹൃദയമായ നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളൊക്കെ വന്ന
ജീവിത അവസരങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം കർത്താവ് കരം പിടിച്ച് അതിശയകരമായി അത്ഭുതകരമായി ദൈവം നടത്തിയ എല്ലാ വഴികൾക്കും ദൈവത്തിന് മഹത്വം കരയറ്റുക. ഞാന് പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് ദൈവം തന്ന വചനത്തിന്റെ ഉറപ്പിലാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ കാലഘട്ടത്തിൽ ദൈവം എന്നോട് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്തം എല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അനുദിനം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്റെ നാമനിമിത്തം നീ എന്തെല്ലാം വിട്ടുകളഞ്ഞു അതെല്ലാം 100 മടങ്ങ് നൽകാമെന്ന് പറഞ്ഞതുപോലെ ദൈവം എനിക്ക് അനേക മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ദൈവം എനിക്ക് തന്നു. മാത്രമല്ല, ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ സുവിശേഷ വേലി സഭയുടെ ശുശ്രൂഷകനായി ചാർജ് എടുക്കുന്ന തൊട്ടു മുമ്പ് എന്റെ നാട്ടിൽ, എന്റെ ദേശത്ത് ഒരു കൺവെൻഷൻ നടത്തുവാനിടയായി. അന്ന് 1990 എന്റെ അമ്മ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എന്നാൽ അതിനുശേഷമായി ദൈവകൽപ്പന അനുസരിക്കാനുള്ള സാവകാശമൊന്നും ഉണ്ടായില്ല. എന്നാൽ 5-8 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാന് തിരുവമ്പാടി കൂടഞ്ഞി എന്ന സ്ഥലം 10 വർഷത്തോളം അവിടെയൊക്കെ ശുശ്രൂഷിച്ച് കൂരാച്ചൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാന് ദൈവവേലയോടൊപ്പം ഇവിടെ കടന്നു വരുമ്പോൾ എന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടു, അമ്മയെ ഞാൻ സ്നാനപ്പെടുത്തണം. അങ്ങനെ എന്റെ അമ്മയെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എന്നാൽ എന്റെ പിതാവ് ഈ വിഷയം എന്റെ മകൻ എന്ന 2 വയസ്സ് പ്രായമുണ്ട്. ആ മകൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, അമ്മച്ചിയെ പപ്പ സ്നാനപ്പെടുത്തി, അതുകൊണ്ട് അപ്പച്ചനെ ഞാൻ സ്നാനപ്പെടുത്തും. അങ്ങനെയാണ് എന്റെ പിതാവ് അറിയുന്നത്. ശരിയാണെന്ന് ചോദിച്ചു. ശരിയാണെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ പിതാവ് പറഞ്ഞു, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഒരുമിച്ച് പാർക്കാമെന്ന തീരുമാനമെടുത്തത്. നീ എന്റെ കൂടെ ജീവിക്കുന്നു അതോ മക്കളുടെ കൂടെ ജീവിക്കുന്നു ചോദിച്ചു. എന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂടെ തന്നെ. എന്നാൽ പെന്തക്കോസ്തിലേക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ന് കർശനമായി എന്റെ പിതാവ് ഓർപ്പിച്ചു. പറഞ്ഞില്ല, പോകത്തില്ല. എന്നാൽ ഇനി പള്ളിയിലേക്ക് ഇനി എന്നെ വിളിക്കരുത്, അതും സമ്മതിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 3-4 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ രോഗിയായി കിടപ്പിലായി. വൈദ്യശാസ്ത്ര പല നിലയിൽ ചികിത്സകൾ ചെയ്തു. ആയുർവേദം, ഇംഗ്ലീഷ്, അങ്ങനെ ചെയ്യാവുന്ന നാടൻ മരുന്നുകളൊക്കെ പലത് ചെയ്തെങ്കിലും അമ്മ രോഗിയെ കിടപ്പിലായ ഒരു ദിവസത്തിൽ, ഒരു ശനിയാഴ്ച ദിവസം ഞാൻ വീട്ടിൽ ചെന്നു. അമ്മയ്ക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിച്ചില്ല. എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു, ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. സമ്മതിച്ചു. പ്രാർത്ഥിച്ച് ഞാൻ അന്നേരം എന്റെ ബൈക്ക് എടുത്ത് ഞാൻ എന്റെ പ്രവർത്തി സ്ഥലത്തേക്ക് പോരാനായി. അപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ദൈവം സൗഖ്യം തരികയാണെങ്കിൽ നാളെ നിങ്ങൾ ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞേച്ച് പോരുക ചെയ്തു. എന്നാൽ ഞാന് വാഹനമെടുത്ത് ഏകദേശം 20 കിലോമീറ്ററോളം ഏകദേശം ദൂരമുള്ള സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ എഴുന്നേറ്റു. അമ്മ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം എന്റെ പിതാവ് പെന്തക്കോസ്ത് ആരാധനയിൽ പോകാൻ പാടില്ല പറഞ്ഞ ആള് 2 വാഹനം മാറിക്കേറി ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടത്ത്, ആരാധിക്കുന്ന സ്ഥലത്ത് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ പിതാവ്, അതൊരു ഒക്ടോബർ നവംബർ മാസം, എന്നോട് ചോദിച്ചു, കുമ്പനാട് കെ ഇ എബ്രഹാമിന്റെ മകനല്ലേ ഇവിടെ സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്? അതെ. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ കുമ്പനാട് കൺവെൻഷന് ഞാൻ വരുന്നുണ്ട്, എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ എന്റെ പിതാവിനെ കുമ്പനാട് കൊണ്ട് സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യവും കർത്താവ് തന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മുൻപന്തിയിൽ നിന്ന ആളായിരുന്നു. എന്നാൽ ദൈവത്താൽ അദ്ദേഹവും ആകർഷിക്കപ്പെട്ടു.
അദ്ദേഹവും കർത്താവിന്റെ വേലയിലേക്ക് ബോംബെയിൽ ആയിരിക്കുന്ന ദൈവം ഇടയാക്കി. എന്റെ ഇളയ സഹോദരൻ ബിസിനസ്സിലൊക്കെ ആയിരുന്നു. ആ ബിസിനസ്സിൽ നിന്നെല്ലാം ദൈവം അദ്ദേഹത്തെയും മാറ്റി കർത്താവിനെ അറിയാനുള്ള മുഖാന്തരങ്ങളെല്ലാം ദൈവം ഒരുക്കി. ബിസിനസ് എല്ലാം പരാജയപ്പെട്ട ആ വേളയിൽ കഷ്ടതയിലായത് ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കും എന്റെ സഹോദരങ്ങൾക്കൊക്കെ ദൈവം ഗുണകരമാക്കി തീർത്തു. ദൈവം ഇന്ന് അദ്ദേഹത്തെയും അല്ലെങ്കിൽ ബോംബെയിൽ കർത്താവിന്റെ പേരിൽ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ജ്യേഷ്ഠനാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ ജ്യേഷ്ഠ സഹോദരൻ മിലിറ്ററിയിൽ സർവീസിലായിരുന്നു. എന്നാൽ മിലിറ്ററി സർവീസ് എല്ലാം കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം അതിനുശേഷമായി നാസിക്കിലുള്ള ഒരു ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാനിടയായി. റിട്ടയർഡായി ഇന്ന് അവർ കുടുംബമായി നാസിക്കിൽ കർത്താവിന്റെ വേലയിൽ അവരുമായിരിക്കുന്നു. ഇളയ സഹോദരൻ കുടുംബവും കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവത്തിൽ അദ്ദേഹത്തെ ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുടുംബമായി കർത്താവിനെ അറിഞ്ഞ് സ്നേഹിപ്പാൻ ഇവിടെയാക്കി. എന്റെ പിതാവിന് 91 വയസ്സ് പ്രായമുണ്ട്. എന്റെ അമ്മയ്ക്ക് 85 വയസ്സ് പ്രായമുണ്ട്. ഞങ്ങൾക്ക് കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം വലിയ ഭാഗ്യം ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞത് സത്യമായി നിവർത്തിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരാളാണ്. ഇന്ന് എന്നെ ആരോമ ടി വിയിൽ കൂടെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും തനിച്ചായിരിക്കുന്ന, ഒറ്റയ്ക്കാണ് ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്ന് കൊണ്ടെങ്കിൽ ദൈവം വാഗ്ദത്തങ്ങളെ നമ്മൾ നിവർത്തിക്കും. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും എന്ന് ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളുകളിൽ ദൈവം നിവർത്തിച്ചെടുക്കാൻ വിശ്വസ്തനാണ്, മതിയാവനാണ്. അത് ഞങ്ങളുടെ അനുഭവമാണ്. എന്റെ ജ്യേഷ്ഠ സഹോദരന് പറയാൻ കഴിയും, എനിക്ക് പറയാൻ കഴിയും, എന്റെ സഹോദരങ്ങൾക്ക് പറയാൻ കഴിയും. ദൈവം ആർക്കും ഒരു കടക്കാരനല്ലെന്ന നിലയിലും ദൈവം എല്ലാവരോടും വാഗ്ദത്തം ചെയ്ത് അതെല്ലാം നിവർത്തിച്ചു തരാൻ വിശ്വസ്തനാണെന്ന് അനുഭവിക്കുന്നു. സ്തോത്രം. അപ്പൊ തന്നെ ദൈവവേലയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേലയിൽ കടന്നുപോയപ്പോഴൊക്കെ ഉണ്ടായ എല്ലാ പ്രതിസന്ധിയിലും അവിടെയെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ കരം അവിടെയെല്ലാം സഹായിച്ചു. വിവിധ രോഗങ്ങൾ, വിവിധമായ ശാരീരികമായ പ്രയാസങ്ങൾ, വിവിധ കഷ്ടനഷ്ടങ്ങൾ പലതും നേരിടേണ്ടി വന്നു. അവിടെയൊക്കെ കർത്താവ് സൗഖ്യദായകനായി, സംരക്ഷകനായി, കരുതുന്ന നല്ല നാഥനായി അവിടുന്ന് കൂടെ ഇരുന്ന് വിടുവിച്ച പല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. കിടക്കയിലായിപ്പോയ വൈദ്യശാസ്ത്രത്തിന് എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത നിലയിൽ കിടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട്. രോഗം എന്തെന്ന് നിർണയിക്കാൻ ഡോക്ടർമാർക്ക് കഴിയാതെ വന്ന പശ്ചാത്തലങ്ങളുണ്ട്. എന്നാൽ അവിടെയും സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവത്തിന്റെ വിടുതലിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരിക്കൽ കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചില ദിവസങ്ങളായി കിടപ്പിലായിരിക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ഒരു ടെസ്റ്റിനും രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് പാസ്പോർട്ട് ഓഫീസ് ജോലി ചെയ്ത ഒരു വർഗീസ് സാറ്, അദ്ദേഹം തളർന്നുപോയ കുഴഞ്ഞുപോയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ദൈവം 4 വർഷത്തിന് സൗഖ്യം കൊടുത്തു. പിന്നെയും വേണ്ടത്ര ഓർമ്മശക്തിയില്ല, വീട്ടിലെ 6 ഫോൺ നമ്പർ പോലും ഓർമ്മയില്ലാത്ത ആ സാറ് എന്നെ കാണാൻ എല്ലാ ദിവസവും ഭക്ഷണമായി വരും. ഒരു രാത്രി കുടുംബമായി വന്നപ്പോൾ ഞാൻ ആ സാറിന് പറഞ്ഞു, സാറ് എനിക്ക് വേണ്ടി പറയും, സാറ് പ്രാർത്ഥിക്കുക. 4 വാക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ വിഷമമുള്ള അദ്ദേഹത്തിന് ഭാര്യ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. ഇല്ല, അച്ഛനോടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പാസ്റ്റർ. ആ മനുഷ്യൻ ആത്മാവിൽ എനിക്ക് വേണ്ടി തല മുതൽ കാൽ വരെ തൊട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ആ രാത്രി
പൂർണ്ണ സൗഖ്യം നൽകി. പിന്നത്തെ ഒരു ടെസ്റ്റ്, ഒരു മരുന്നും ആവശ്യമായി വന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവിന് നമ്മെ സൗഖ്യമാക്കാൻ ഉപയോഗിക്കാൻ ഒരുപക്ഷെ മുമ്പ് സൗഖ്യം പ്രാപിച്ചിട്ടുള്ള, വിടുതൽ പ്രാപിച്ചിട്ടുള്ള ആരെയും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാം. ദൈവം, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുപോലെ എന്റെ വൈഫും എന്റെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും ഇതുപോലെ പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയപ്പോഴൊക്കെ ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളെ സൗഖ്യമാക്കിയിട്ടുള്ള പല വിധങ്ങളുണ്ട്. പല അനുഭവങ്ങളെ ഇന്നും ഓർക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള ചില അത്ഭുതങ്ങളെ കുറിച്ചും പ്രേക്ഷകരോട് പറയുന്നതിൽ അതിയായ സന്തോഷം. ഞാന് വിവിധയിടങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങൾക്ക് ചുവടെടുത്ത് വരികയായിരുന്നു. ഞങ്ങൾ ഇന്നിപ്പോ പേരാമ്പ്ര ഭാഗത്താണ് ഞങ്ങൾ പ്രവർത്തിച്ചു. കോഴിക്കോട് ജില്ല പേരാമ്പ്ര ഭാഗത്താണ് കർത്താവിന്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നത്. ഈ പേരാമ്പ്ര ഭാഗത്ത് ദൈവവേലയിൽ വന്ന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാടകയ്ക്ക് പോലും വീട് കിട്ടാത്ത ചില സന്ദർഭങ്ങൾ, അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. വളരെ ഭാരപ്പെട്ടു, വളരെ വേദനപ്പെട്ടു. എന്തു ചെയ്യും? മുമ്പ് മാതാപിതാക്കളോട് ചോദിക്കാനുള്ള പ്രശ്നം, എന്റെ പ്രവർത്തനങ്ങൾ കൂട്ടുവേലക്കാരായ ആളുകൾക്കൊക്കെ വീടെടുത്തു കൊടുത്ത അനുഭവങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് പോലും കിട്ടാത്ത സ്ഥിതി വന്നല്ലോ. വളരെ ഭാരം അനുഭവിച്ച ചില മാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ വന്നു. ദൈവജനത്തോട് പറയട്ടെ, ദൈവത്തിന്റെ അത്ഭുതം കാണാൻ ദൈവം കൃപ ചെയ്തു. ഒരു ഇനാഗുറേഷന് ക്ഷണിക്കപ്പെട്ട് അവിടെ കടന്നുപോയി ഒരു കൂപ്പൺ, എൻ്റെ ഒരു സ്നേഹിതന് സഹപാഠിയായിരുന്നു ആ സ്ഥാപനത്തിന്റെ മാനേജർ വന്ന് അദ്ദേഹത്തിന് ശ്രമപ്രകാരമാണ് കടന്നുപോയത്. അവിടെ ചെന്ന് ഒരു കൂപ്പൺ പൂരിപ്പിച്ച് കിട്ടി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ IG, അദ്ദേഹമാണ് ഈ നറുക്കെടുക്കുന്നത്. ഇത് ഓർമ്മയില്ല, നറുക്ക് അങ്ങനെ ഇങ്ങനെ ഒരു കൂപ്പൺ എഴുതിയിട്ടതിന്റെ അങ്ങനെ ശരിക്കുള്ള ഓർമ്മയില്ലായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് മെഴ്സിഡസ് ബെൻസ് കാറ് അടിച്ചിട്ടുണ്ട് എന്ന് പറയാനിടയായി. പത്രോസിന് വേണ്ടി ചൂണ്ടയിൽ മീനെ കൊടുത്ത് കരമടയ്ക്കത്തക്ക ദൈവം സഹായിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്ത് ഇന്നും ഞാൻ ഈ പാർക്ക് ദൈവവേല ചെയ്യുന്ന ഈ വീട് അങ്ങനെ ലഭ്യമായ വീടാണ്. മറ്റാരും ആശ്രയിക്കാതെ സ്വർഗത്തിൽ ദൈവം തന്നെ ഞങ്ങൾക്കായി തന്ന ഭവനത്തിലാണ് ഞങ്ങൾ ആയിരിക്കും. ഞങ്ങളുടെ ആളുകൾ പലപ്പോഴും ദൈവവേലയ്ക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലമൊക്കെ ആയതുകൊണ്ട് ആളുകൾ ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ദൈവം നൂലേലാണോ കെട്ടിത്തരുന്നത്? നിങ്ങൾ എങ്ങനെയാ കാര്യങ്ങൾ? ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ദൈവത്തിന് തരാൻ നൂലൊന്നും ആവശ്യമില്ല. നൂല് കൂടാതെയും ദൈവത്തിന് സഹായിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം അതുപോലെ നിവർത്തിച്ചു. ആ വാഹനം വിറ്റ് ഞങ്ങൾക്ക് വീട് വാങ്ങാൻ മഹാദൈവം കൃപ ചെയ്തു. അത് നന്ദിയോടെ ഓർക്കും. അപ്പോൾ തന്നെ എടുത്തു പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളിലൂടെ പറയട്ടെ. ഈ അടുത്ത കാലത്ത് എന്റെ പിതാവിന് പലർക്കും ഭൂസ്വത്തുണ്ട്. മക്കളിൽ ആർക്കും തന്നെ ഇതുവരെ വീതം വെച്ചൊന്നും കൊടുത്തില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് വീതം വെച്ച് തന്നതിൽ ആദ്യമായി എനിക്ക് തന്നെ ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവ് കൊടുക്കുന്ന സ്ഥലത്തിൽ വീട് വെക്കാനും അതുപോലെ വേണ്ട ക്രമീകരണമൊക്കെ ചെയ്യത്തക്ക നിലയിൽ സ്ഥലം നൽകാനായി എന്റെ പിതാവിന് ദൈവം കൃപ ചെയ്തു. ശേഷമാണ് മറ്റ് സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. ഇത്രത്തോളം അങ്ങനെ ദൈവം കരുതിയിട്ടുള്ള ദൈവത്തിന്റെ കരുതലിനായി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഈ എന്നെ ആരോമ TV യിൽ കൊണ്ട് ശ്രദ്ധിക്കുന്ന
ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നമ്മോടൊരു വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മോട് നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് നിവർത്തിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിപ്പാൻ വിശ്വസ്തനാണ്, മതിയാവനാണ്, ശക്തനാണ്. ജീവിതത്തിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കാനായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളോട് ബന്ധത്തിൽ, ടീം വർക്കിനോട് ബന്ധത്തിൽ, പരസ്യങ്ങളോട് ബന്ധത്തിൽ എല്ലാ വർഷങ്ങളിലും വിവിധ ഇടങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി കടന്നു പോകാൻ ദൈവം അവസരം നൽകുന്നുണ്ട്. അതുപോലെ പല രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാനായി ദൈവം അവസരം തന്നു. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഒരു പ്രത്യേക കാര്യം കൂടെ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് US വിസയ്ക്ക് വേണ്ടി ഞാൻ 3 പ്രാവശ്യം, ഏകദേശം ഒരു 15 വർഷത്തിന്റെ ഇടവേളയിലാണ് US വിസയ്ക്ക് വേണ്ടി ഞാൻ പോകുന്നത്. ആ 2 പ്രാവശ്യം പോയി എന്നെ ഇന്റർവ്യൂ ചെയ്ത അതേ വ്യക്തി തന്നെയാണ് കോൺസുലേറ്റിൽ 3ാമത് ഞാൻ ചെല്ലുമ്പോൾ ഇരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒറ്റ നോട്ടത്തിൽ എനിക്കറിയാം. എനിക്ക് ദാനിയേൽ പാസ്റ്റർ അറിയാമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ അറിയാം. അദ്ദേഹം സിസ്റ്റം നോക്കിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ 2 പ്രാവശ്യം ഞാനാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തത്. ഇന്ന് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നില്ല. എനിക്ക് പകരം ഞാൻ മറ്റൊരാളെ നിങ്ങൾക്ക് വേണ്ടി വിടാം. ആ കാലഘട്ടത്തിൽ ചില മുഖ്യമന്ത്രിമാർക്ക് പോലും വിസ അനുവദിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് 10-13 വർഷങ്ങൾക്ക് മുമ്പുള്ള, അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് എനിക്ക് വേണ്ടി പകരമായി വന്ന ഒരു ലേഡി, ഈ ഭാഷ എന്നെ മലയാളത്തിലേക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു യൗവനക്കാരനുണ്ട്. വന്ന ആ ലേഡി ഈ ചെറുപ്പക്കാരന് പറഞ്ഞു, ഞാൻ തന്നെ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവർക്കറിയാവുന്ന മലയാളവും എല്ലാം ചേർത്ത്, എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലെല്ലാം എന്നെ അവർ ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വിസ വീട്ടിൽ വരും. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വലിയ ശ്രേഷ്ഠന്മാരായ ആളുകൾക്ക് പോലും വിസ അനുവദിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ആ കോൺസുലേറ്റ് ഇരിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ ദൈവമാണ് അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി പകരം ഒരാളെ അയച്ചത് എന്ന് അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിന് നമ്മുടെ ഒരു നന്മയും, ദൈവത്തിന് ഒരു വ്യക്തിയെ കേൾക്കൊണ്ടും നമ്മുടെ അനുഗ്രഹത്തെയും തടയാൻ കഴിയത്തില്ല എന്നുള്ള അനുഭവം കൂടെ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവമാണ് ആ പ്രിയപ്പെട്ടവനോട് ഇടപെട്ടത്. അല്ലാതെ ഇപ്പം ആരെല്ലാം അവിടെ ഇരിക്കുന്ന കോൺസുലേറ്റ് ഇരിക്കുന്ന ആളോട് നിങ്ങൾ പോയിട്ട് വേറെ ആളെ അയക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും നടക്കത്തില്ല. എന്ന ദൈവം അവിടെയും പ്രവർത്തിച്ച ദൈവപ്രവൃത്തികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിസ അമേരിക്കൻ വിസയുള്ള കാര്യം പറയാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ ഒരു കരുതലിനെ, ദൈവപ്രവൃത്തിയെ കുറിച്ച് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ദൈവം ഇന്നും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കൂടെ തന്നെ കർത്താവ് നടത്തുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കൂടെ തന്നെ ദൈവം ഇന്നും ശുശ്രൂഷയിൽ മുമ്പോട്ട് നയിക്കുന്നു. ഇന്ന് ഞാൻ കോഴിക്കോട് പേരാമ്പ്രയിലാണ് ദൈവവേലയിലായിരിക്കും ഞാൻ പറഞ്ഞല്ലോ. ചില വർഷങ്ങൾ, ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് പേരാമ്പ്രയിൽ ഞങ്ങൾ വ്യാപാര ഭവൻ പലയിടങ്ങളിൽ മാറി മാറിയൊക്കെ ആരാധിച്ചു കൊണ്ടുവരുന്ന സ്ഥലത്ത് സുവിശേഷ വിരോധികളായ ആളുകൾ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും വന്ന് പ്രാർത്ഥിക്കാനോ കൂട്ടായ്മ കൂടാനോ കഴിയത്തില്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളെ ഞാൻ ഈ പാർക്കുന്ന ദേശത്തുണ്ടായി.
മാത്രമല്ല, ഞങ്ങൾ ഈ പാർത്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പോലും പുറമേ ഞങ്ങൾക്കല്ലാതെ പുറത്തുനിന്ന് ഒരാൾ പോലും വരാനോ പ്രാർത്ഥനയെ സഹകരിക്കാനോ കഴിയത്തില്ലാത്ത നിലയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെയുള്ള സുവിശേഷ വിരോധികളായ ആളുകൾ സൃഷ്ടിച്ചു. എനിക്കെതിരെ ഈ ദേശത്തിന്റെ പലയിടങ്ങളിലും വാൾ പോസ്റ്റുകളും പ്രചരണങ്ങളൊക്കെ നടത്തി. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഗേറ്റിൽ പോലും വാൾ പോസ്റ്റുകളൊക്കെ എഴുതി ഒട്ടിച്ചു. ഇന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഞങ്ങൾ ഇന്ന് പേരാമ്പ്ര പട്ടണത്തിന് നടുവിൽ ബസ് സ്റ്റാൻഡിൽ 400 മീറ്റർ മാറി പട്ടണത്തിന് നടുവിൽ തന്നെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനം ഉണ്ടാകാൻ IPC ടാബർനാക്കിൾ സഭയെ ദൈവം ഉപയോഗിച്ചു. ആ സഭയാണ് വാസ്തവത്തിൽ IPC പേരാമ്പ്ര ഏരിയ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രവർത്തനം എടുക്കാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ട് അവരാണ് എന്നെ ഈ ചുമതലയിലേക്ക് കൊണ്ടുവരുവാനായി പാസ്റ്റർ KP മാത്യു അവർ നയിക്കുന്ന ദൈവസഭയാണ് ഇവിടെയുള്ള മലബാറിലെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൈത്താങ്ങുന്നത്. അപ്പോൾ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ആണെങ്കിൽ കുമ്മനാടുള്ള എലീം ചർച്ച്, അവിടെയുള്ള പല ദൈവമക്കൾ മലബാറിന് പലയിടങ്ങളിലും വിവിധ ഇടങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ ടാബർനാക്കിൾ ചർച്ച് ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് എലീം സഭയായിരുന്നു എന്നെ, അവരുടെ ദൈവമക്കളായിരുന്നു എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. ദൈവം കഴിഞ്ഞ നാളിൽ വിവിധ ഇടങ്ങളിൽ ദൈവം അയച്ചു കൊടുത്തൊക്കെ ദൈവത്തിന്റെ പ്രവർത്തികൾ കാണാൻ, ദൈവത്തിന്റെ മഹത്വം കാണാനായി ദൈവം ഇടയാക്കി. എവിടെയെല്ലാം കടന്നു പോയിട്ടുണ്ടോ, ഏതെല്ലാം മേഖലകളിൽ കർത്താവിന്റെ വചനവുമായി കടന്നു പോയിട്ടുണ്ടോ, അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാനായി കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ കരുതലിനായും ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കുമായും ദൈവത്തിന്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് കാര്യങ്ങൾ നടക്കുമെന്നുള്ള ചിന്തയിലോ ആശങ്കയിലാണെങ്കിൽ ഈ പകൽ ഞാൻ ഓർപ്പിക്കാം, നമ്മുടെ കർത്താവിന് നല്ല വാഗ്ദാനമുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളി എന്നുള്ള വചനം നമ്മോട് വ്യക്തമായും കൃത്യമായും ഇടപെടുന്നത് കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഈ പകൽ ഞാൻ ഓർപ്പിക്കാം, നമുക്ക് വേണ്ടി കരുതാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ കഴിയുന്ന, നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ജീവനും ഭക്തിക്കും മാത്രമല്ല നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ശ്രോതാക്കളെയും സർവശക്തനായി ദൈവം അനുഗ്രഹിക്കണമെന്നായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന വിവിധമായ വ്യത്യസ്തമായ ടൈം സോണുകളായിരിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് അല്പസമയങ്ങൾ ചെലവഴിപ്പാൻ അവസരം നൽകിയ ആരോമ TV അതിന്റെ പ്രവർത്തകർക്ക് നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററേയും ഈ പ്രവർത്തനങ്ങളെല്ലാം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൽ ഏകരായ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കണമേ. അതുപോലെ സാമ്പത്തികമായ ഏതെങ്കിലും വിഷയത്തിൽ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന കർത്താവിന് അവിടുന്ന് വലിയവ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളോടൊരു നല്ല വാഗ്ദാനമുണ്ടല്ലോ. ഞങ്ങൾക്കായി കരുതുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഈ സമയം കർത്താവേ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ആവശ്യത്തിൽ ദൈവം കൃപ ചെയ്യണമെന്നാഥ.
ദൈവത്തിന് നല്ല വാഗ്ദാനങ്ങൾ ഞങ്ങളോട് പാലിക്കുന്ന ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളെ നിവർത്തിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു അതിന് ഞങ്ങൾ തന്നുകൊണ്ട് ഏകനായി ആരെങ്കിലും കർത്താവിനെ സേവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ മുഴുവനും വലിയ ദൈവപ്രവൃത്തി അയക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ഈ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ നാഥ. ദൈവിക നന്മകളെ നിറയ്ക്കണമേ കർത്താവെ. അവിടുത്തെ വരന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പാർക്കുവാൻ, കൃപയോടെ മുന്നേറുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കണമേ നാഥ. ഞങ്ങളെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ കേൾക്കണമേ. നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ MM മാത്യു അവറുകൾ ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഐശ്വര്യമായി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുള്ളതായ നന്ദിയും കടപ്പാട് വിതരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിൻ്റെ വേലയിൽ ഏറെ വർദ്ധിച്ചു വരുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com